4 തൊഴിൽ സംഹിതകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതിനു പിന്നാലെ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ പുതിയ സാമ്പത്തിക പരിഷ്കരണ നിയമനിർമ്മാണങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ. നിക്ഷേപ വിശ്വാസം കൂടുതൽ ആർജിക്കാൻ ലക്ഷ്യമിട്ട് ഇൻഷുറൻസ്, പാപ്പരത്ത, ധനകാര്യ വിപണി, ആണവോർജ്ജ വിഷയങ്ങളിൽ ബില്ലുകൾ പാർലമെന്റിലെത്തുമെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട്. ഡിസംബർ 1 സമ്മേളന തുടക്കം. വ്യാപാര കരാർ അനിശ്ചിതത്വം നീളുന്നതിനിടയിൽ US ഇതര രാജ്യങ്ങളിലേക്ക് മത്സ്യക്കയറ്റുമതി വർദ്ധിപ്പിച്ച് ഇന്ത്യ. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 5 മാസങ്ങളിൽ കൊഞ്ച് കയറ്റുമതി 18% കൂടി. വിയറ്റ്നാം, ബെൽജിയം, ചൈന, റഷ്യ എന്നിവിടങ്ങൾ ശ്രദ്ധാകേന്ദ്രമെന്നും കെയറഡ്ജ് റേറ്റിംഗ്സ്. ദുബായ് എയർ ഷോയിൽ തേജസ് തകർന്നു വീണതോടെ ഓഹരി വിപണിയിൽ പ്രതിരോധ ഓഹരികൾ സമ്മർദ്ദത്തിൽ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 9% വരെ ഇടിഞ്ഞ ശേഷം നഷ്ടം 2%-അടുത്തേക്ക് ചുരുക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡ്, ബെമൽ, മസ്ഗൺ ഡോക്ക് തുടങ്ങിയവയ്ക്കും പരിക്ക്. അദാനി ഗ്രീൻ എനർജിയിലെ ഓഹരി പങ്കാളിത്തം 19 നിന്ന് 13% കുറച്ച് 10,000 കോടി രൂപ സമാഹരിക്കാനൊരുങ്ങി ഫ്രഞ്ച് ഊർജ്ജ കമ്പനിയായ ടോട്ടൽ എനർജീസ്. അദാനി ഗ്രീൻ എനർജി തന്നെ ഈ ഓഹരികൾ വാങ്ങിയേക്കും. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപ കൂടുതൽ മെലിഞ്ഞുട്ടി. 89 രൂപ 26 പൈസ. ക്രിപ്റ്റോ കറൻസി വിപണിയിൽ വലിയ തിരുത്തൽ. ബിറ്റ്കോയിൻ $1.25 ലക്ഷം നിന്ന് 30% ഇടിഞ്ഞ് $86,000. സ്വർണം പവന് 520 രൂപ കുറഞ്ഞ് പവന് 91,760 രൂപ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.